നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ വെച്ച് നടത്തിയ സമര പരിപാടികളിൽ വലിയ തോതിലുള്ള ആക്രമണം ഡൽഹി പോലീസ് അഴിച്ചുവിട്ടു. അതിനെ പ്രതിരോധിക്കാൻ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം ഇറങ്ങുന്ന കാഴ്ചയുണ്ടായി. അവിടെ വലിയ തോതിലുള്ള ആക്രമണമാണ് കേന്ദ്ര സർക്കാർ അഴിച്ചുവിട്ടത്. എന്നിട്ടിപ്പോൾ പറയുന്നത് സമാധാനപരമായി അവിടെ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കില്ല, മറ്റുള്ളവർക്കെതിരെ കേസെടുക്കുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, അവിടെ ആഹാരവും മറ്റ് ഭക്ഷണ സാമഗ്രികൾ ഒക്കെ യഥാസമയം എത്തിച്ചു കൊടുത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ കൃത്യമായി സമരം നടത്തിയ അവിടുത്തെ സമരാനുകൂലികൾക്കും അത്യാവശ്യ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തതിന് അതുമായി ബന്ധപ്പെട്ട ആളുകളെ ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ കീഴിലും ഡൽഹി സർക്കാരിൻ്റെ കീഴിലുമുള്ള അന്വേഷണ സംഘം അവരെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എവിടെ നിന്നാണ് ഈ ഫണ്ട് കിട്ടിയത്, അവർ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഗോദി മീഡിയകളിലൂടെ വ്യാജ പ്രചരണം അഴിച്ചുവിടുകയാണ്. ഇത്രയും ദിവസവും കേന്ദ്രമന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടിയവരെ കുറിച്ചോ ഡൽഹി സമര പരിപാടികളെക്കുറിച്ചോ എന്തിന് നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ട് മാപ്പ് പറഞ്ഞതിനെ കുറിച്ചോ ഒന്നും ഒരു വാക്ക് പോലും ഉച്ചരിക്കാത്ത ഗോദി മീഡിയകൾ പെട്ടെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് ശേഷം അയാളെ ന്യായീകരിക്കുകയും അതുപോലെ തന്നെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി അധികാരമേറ്റപ്പോൾ അതിനെക്കുറിച്ച് വാർത്ത കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഇനി കേന്ദ്ര സർക്കാർ എടുക്കാൻ പോകുന്ന നയങ്ങൾ എന്തൊക്കെയാണ്, ഈ പ്രക്ഷോഭകാരികളെല്ലാം രാജ്യവിരുദ്ധരാണ്, അവരൊക്കെ ഭീകര സംഘടനയുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു തുടങ്ങി കല്ലുവെച്ച നുണകളെല്ലാം ഈ ഗോദി മീഡിയകൾ തട്ടിവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. നോക്കണം, കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ലോക്സഭയിലും രാജ്യസഭയിലും കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി എന്ത് അട്ടിമറി നടത്താനും, മാത്രമല്ല ഖജനാവിൽ പണം പെറ്റുവരികി കോർപ്പറേറ്റുകളിൽ നിന്നും വാങ്ങിച്ച് എടുക്കുന്ന കോടാനുകൂടി പണം അത് ഖജനാവിൽ കുമിഞ്ഞുകൂടി കിടക്കുമ്പോൾ ആ ഫണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് ദൂർത്തടിച്ചതിനെ പറ്റിയുള്ള അന്വേഷണം ഉൾപ്പെടെ വരും എന്ന് പല സംസ്ഥാന നേതാക്കളും ഭയസഹിതമായി ആലോചിക്കുന്ന സമയത്ത് ഗോദി മീഡിയകൾ മറ്റു ട്വിസ്റ്റുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. പ്രൊപ്പഗാൻഡ ഗോദി മീഡിയകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലാകാലങ്ങളിലായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നരേന്ദ്രമോദി ഒരു പത്രസമ്മേളനം പോലും വിളിച്ചു ചേർത്തിട്ടില്ല എങ്കിലും ഗോദി മീഡിയയിലുള്ളവർ ഹാപ്പിയാണ്. കാരണം അവർക്ക് യഥാസമയം വേണ്ട ഫണ്ട് കിട്ടുന്നുണ്ട്. അവരുടെ ചാനലുകൾ നുണയും വിഷവുമായി ഇങ്ങനെ പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്.